ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രസകരമായ മനോഹരമായ കുളിർമയേറുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങൾ, കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രസകരമായ സംഭവമാണ് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിയോരത്ത് ഒരു കുഞ്ഞു മോള് മണൽപ്പരപ്പിൽ എന്തോ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുകയാണ്. ആർദ്രതയുടെ, സ്നേഹത്തിന്റെ, വാത്സല്യത്തിന്റെ, ലാളനയുടെ ആഴമാണ് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നാം മോളോട് കാര്യം അന്വേഷിക്കാൻ, ആ മോള് പറയുന്നു, എൻ്റെ കയ്യിൽ സാധനം വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് തന്നുവിട്ട നാണയത്തൊട്ടി ഈ മണൽപ്പരപ്പിൽ എവിടെയോ വീണുപോയി. കുറേയേറെ സമയമായി ഞാനത് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മകളുടെ കയ്യിലേക്ക് നഷ്ടപ്പെട്ടു പോയ നാണയം തൻ്റെ കുപ്പായത്തിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ്. ആ യാത്രയിൽ അതിനു മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 10 നാണയത്തൊട്ടുകൾ കിട്ടിയിരുന്നു. നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്തത് കൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. അതിൽ നിന്ന് ഈ മകൾക്ക് നഷ്ടപ്പെട്ടു പോയ 2 നാണയത്തൊട്ട് മകളുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പിന്നെ മകൾ പറയുന്നത്, വീണ്ടും കരയുകയാണ്, ഇനി എന്താണ് നിന്റെ ആവശ്യം? ഇനിയും കരയുന്നത് എന്തേ? ആ മോള് പറഞ്ഞു, നബിയെ, എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ കഴിയില്ല. ഒരുപാട് സമയമായി ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട്. ഇത്രയും സമയം എവിടെ പോയിരുന്നു എന്ന് ശക്തമായ ശബ്ദത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെന്നോട് ചോദിച്ചാൽ ആ ഭയം എൻ്റെ മനസ്സിലുണ്ട്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തെ പടക്കാൻ കാരണക്കാരനായ മുത്ത റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മോളെ വിരൽ തുമ്പ് പിടിച്ച് മകളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി ആ വിഷയം വിശദീകരിച്ചു കൊടുത്ത് ആ മനസ്സിനെ വേദനിപ്പിക്കാതെ, നൊമ്പരപ്പെടുത്താതെ, സങ്കടത്തിലാക്കാതെ സമാശ്വദിപ്പിച്ചുകൊണ്ട് മടങ്ങി വരുന്ന മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മുടെ ഇന്നലകളെ നാം ഒന്ന് വിചിന്തനം നടത്തി നോക്കേണ്ടത്. പ്രായപൂർത്തിയായ സമയം മുതൽ വാവാടിന്റെ ഈ മനോഹരമായ ഉറൂസിൽ, വാവാട് ദേശത്തോ കൊടുവള്ളിയിലോ താമരശ്ശേരിയിലോ കോഴിക്കോടോ കേരളത്തിലോ സംഘടനയ്ക്കകത്തോ പുറത്തോ ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും വേദനിപ്പിക്കാതെ, ഒരാളെ പോലും സങ്കടപ്പെടുത്താതെ, ഒരു മനുഷ്യന്റെ മനസ്സിനെ പോലും മുറിവേൽപ്പിക്കാതെ ജീവിച്ചുപോയ വാവാട് ഉസ്താദിന്റെ ഉറൂസിന്റെ മഹനീയമായ സരസിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തരും മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ടത്, അല്ലാഹുവേ, ആ മഹാനെ കുറിച്ച് ഞാൻ പറയുമ്പോ പാടുമ്പോ ആ മദ്ഹിങ്ങനെ കേട്ടിട്ട് കുളിരണിയുമ്പോ കണ്ണ് നിറയുമ്പോ എന്റെ നാവ് കൊണ്ട്, എന്റെ കൈ കൊണ്ട്, എന്റെ ചിന്ത കൊണ്ട്, എന്റെ പ്രവർത്തനം കൊണ്ട്, എന്റെ എടുപ്പുചാട്ടം കൊണ്ട്, എന്റെ വർത്തമാനം കൊണ്ട്, എന്റെ ഇടപെടലുകൾ കൊണ്ട് എത്ര മനസ്സുകളെ ഞാൻ സങ്കടത്തിലാക്കിയിട്ടുണ്ട്. അല്ലാ, ആ നൊമ്പരപ്പെടുത്തിയവരുടെ പൊരുത്തമില്ലാതെ, ആ വേദനിപ്പിച്ചവരുടെ പൊരുത്തമില്ലാതെ, ആരോരുമില്ലാത്ത 6 അടി മണ്ണിന്റെ കപ്പ് ഞാൻ എങ്ങനെ ചെന്ന് വീഴും പടച്ചോനെ? എന്തല്ല ഞാൻ എന്റെ പടച്ചവനോട് സമാധാനം പറയേണ്ടി വരുമല്ലാ. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരച്ചു വെച്ച് കാണിച്ചു പോയ ഒരു മാതൃകയാണ് പ്രിയപ്പെട്ട സ്വഹാബത്ത് മുഴുവനും തന്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തത്. ആരെയും സങ്കടപ്പെടുത്താതെ, ആരുടെയും മനസ്സിന് മുറിവ് കൊടുക്കാതെ, ആരുടെയും വേദനിക്കുന്നതിന്റെ കാരണക്കാരനാകാതെ ജീവിച്ചു പോയവർ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, മുത്ത് റസൂൽ അല്ലാഹുവിന്റെ ഖുർആനായിരുന്നു. ഒരു വിശ്വാസി എങ്ങനെയാണെന്നാണോ ഖുർആൻ പറയുന്നത്, ആ വിശ്വാസിയുടെ എല്ലാ ഖുർആൻ പറഞ്ഞ ഗുണങ്ങളും പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉണ്ടായിരുന്നു. സഹാബത്തിനെ വകവരുത്തിയവര്, ഇസ്ലാമിന്റെ ശത്രുക്കള്, അത്ഭുതകരമായി അള്ളാന്റെ റസൂലിന്റെ അടുത്തും ഇറങ്ങിപ്പോകുന്ന രംഗം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും പറയുകയാണ്, സ്വഹാബത്തിനോട് പറയുകയാണ്, കൈവെട്ടാൻ പറയുമോ, കാല് വെട്ടാൻ പറയുമോ, കഴുത്തറുക്കാൻ പറയുമോ എന്ന ഓർഡറിന് വേണ്ടി കാത്തിരുന്ന ഞങ്ങളെ വല്ലാതെ സങ്കടത്തിലാക്കിയിട്ട് 100-ലധികം വരുന്ന സഹാബത്തിനെ കൊന്നുകളഞ്ഞവർക്ക് പോലും ഒട്ടകത്തിന്റെ പാല് കറന്നു കൊടുത്തവര് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബികൾക്ക് അത്ഭുതം തോന്നിപ്പോയ അവർ പോലും, പ്രത്യേകിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളവർ അങ്ങനെയാണല്ലോ,
ആ പ്രവാചക സ്നേഹം ഹൃദയത്തിൽ ഇങ്ങനെ ആളിക്കത്തുമ്പോ സഹാബത്തിനെ ഉപദ്രവിച്ചവർ, നബിയെ കൊല്ലാൻ വേണ്ടി വാള് മൂർച്ച കൂട്ടി കാത്തിരുന്നവർ, അവരൊക്കെ മുമ്പിലെത്തിയിട്ട് വെറുതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന് പാത്രീഭൂതരായി മടങ്ങിപ്പോകുമ്പോ സഹിക്കാൻ കഴിയൂല. പക്ഷെ അവിടെ ആ സ്നേഹത്തിന്റെയും ആ വിനയത്തിന്റെയും ആ താഴ്മയുടെയും ഒരു വലിയ അത്ഭുത ലോകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തുറന്നു കൊടുത്തത്. കരുണയിൽ കേദാരമാകും കണ്ണിനെന്നും കുളിർമയും കരുണക്കടലായുള്ള റബ്ബിൻ കാതലായ ഹബീബരും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഓ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. കറുത്തിരുണ്ടൊരു ലോകത്തിന് കൈത്തിരിയായി വന്നവർ, കാലമിന്നും കെടാതെ മിന്നും പൂത്തിരി കത്തിച്ചവർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, വേദനിക്കണ്ട നബിയേ, സങ്കടപ്പെടേണ്ട റസൂലേ, അള്ളാഹു നിങ്ങളെ കൈവടിയൂല. കാരണം എന്തെന്നറിയോ? നിങ്ങളൊരാളെയും കരയിപ്പിച്ചിട്ടില്ല, നിങ്ങളൊരാളെയും വേദനിപ്പിച്ചിട്ടില്ല, നിങ്ങളൊരാളെയും നൊമ്പരപ്പെടുത്തിയിട്ടില്ല.